ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി പ്രഖ്യാപിച്ചത് ന്യൂയോർക്ക് സിറ്റിയിൽ. പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായത് മാഗ്നസ് കാൾസനാണ്. കേരളത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി പ്രഖ്യാപിച്ചത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായത് മാഗ്നസ് കാൾസൺ. IPL ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിവർഷ സാമ്പത്തിക സഹായമായ $220 കോടി മരവിപ്പിച്ച സർവകലാശാലയാണ് ഹാർവാർഡ് സർവകലാശാല. ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മാസ്കോട്ടാണ് ഗജ സിംഹ. ഖേൽ കെ രംഗ് ബീഹാർ കെ സംഗ്. ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട് ദിനമാണ്. ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട് ദിനം. ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 2025 മാസ്കോട്ടാണ് ഗജ സിംഹ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിവർഷ സാമ്പത്തിക സഹായമായി $220 കോടി മരവിപ്പിച്ച സർവകലാശാലയാണ് ഹാർവാർഡ് സർവകലാശാല. IPL ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന പ്രായം കൂടിയ താരമാണ് MS ധോണി. പാരീസിൽ വെച്ച് നടന്ന ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർണമെൻറ്റിൽ ജേതാവായത് മാഗ്നസ് കാൾസൺ. ഏപ്രിൽ 16 അംബേദ്കർ ദിനമായി പ്രഖ്യാപിച്ചത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ 3 ഉപവർഗങ്ങളായി തരംതിരിക്കുന്ന പരിഷ്കാരം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 23ാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ റാങ്ക് 1ാമത് ആണ്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ റാങ്ക് 1ാമതാണ്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ കർണാടകത്തിന് 1ാം റാങ്ക്, കേരളത്തിന് 4ാം റാങ്ക്. 1 കോടിയിലേറെ ജനസംഖ്യയുള്ള 18 സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന മികവിൽ കർണാടകത്തിന് 1ാം റാങ്കും കേരളത്തിന് 4ാം റാങ്കുമാണ് ഉള്ളത്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നീതിന്യായ സംവിധാനത്തിൻ്റെ റാങ്ക് 1ാമതുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നമായി മാറിയത് സ്മാർട്ട് ഫോണുകളാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ഉൽപ്പന്നമായി മാറിയത് സ്മാർട്ട് ഫോണുകളാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന ബുക്ക് എഴുതിയത് KV പ്രസാദ്. KV പ്രസാദിൻ്റെ ബുക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി. 100ാമത് ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ കാറ്റഗറിയാണ് മികച്ച സ്റ്റണ്ട് ഡിസൈൻ. മികച്ച സ്റ്റണ്ട് ഡിസൈൻ എന്നതാണ് 100ാമത് ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട പുതിയ കാറ്റഗറി, മികച്ച സ്റ്റണ്ട് ഡിസൈൻ. ചെന്നൈയിൽ 2ാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത് പരന്തൂരാണ്. പരന്തൂരിലാണ് ചെന്നൈയിലെ 2ാമത്തെ വിമാനത്താവളം നിലവിൽ വരുന്നത്. ചെന്നൈയിലെ ആദ്യ വിമാനത്താവളം എവിടെയായിരുന്നു? മീനമ്പാക്കം. 1ാമത്തത് മീനമ്പാക്കം, 2ാമത്തത് പരന്തൂർ. ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ചാറ്റ് GPT. ചാറ്റ് GPT ആണ് ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത്. ISL 2024-2025 ചാമ്പ്യന്മാർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റാണ് ISL 2024-2025 ചാമ്പ്യന്മാർ.
സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാമത് എത്തിയത് ദുബായ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാമത് എത്തിയത് ദുബായിയാണ്. രണ്ടാം സ്ഥാനം കൈയടക്കിയത് ഹീത്രൂ വിമാനത്താവളത്തിലാണ് രണ്ടാം സ്ഥാനം. ഒന്നാമത് ദുബായ്. ഡൽഹി വിമാനത്താവളം എത്രാം സ്ഥാനമാണ്? 8ാം സ്ഥാനം. ഡൽഹി വിമാനത്താവളത്തിന് 8ാം സ്ഥാനമാണ്. ഒന്നാമത് ദുബായ്, രണ്ടാമത് ഹീത്രൂ. വനിതകൾ മാത്രമായി നടത്തിയ ബഹിരാകാശ യാത്ര ബ്ലൂ ഒറിജിൻ NS-31 ദൗത്യം പൂർത്തിയായി. ബ്ലൂ ഒറിജിൻ്റെ NS-31 ദൗത്യം വിക്ഷേപിച്ചത് 2025 ഏപ്രിൽ 14 ബ്ലൂ ഒറിജിൻ NS-31 ദൗത്യം വിക്ഷേപിച്ചതെന്നാണ് 2025 ഏപ്രിൽ 14. ദൗത്യത്തിൻ്റെ ദൈർഘ്യം 10-11 മിനിറ്റാണ്. ജോസ് ആലുക്കാസിൻ്റെ ആത്മകഥയാണ് ഗോൾഡ്. ഗോൾഡ് എന്നത് ജോസ് ആലുക്കാസിൻ്റെ ആത്മകഥ. ജോയ് ആലുക്കാസിൻ്റെ ആത്മകഥയാണ് സ്പ്രെഡിങ് ജോയ്. സ്പ്രെഡിങ് ജോയ് എന്നത് ജോയ് ആലുക്കാസിൻ്റെ ആത്മകഥ. TS കല്യാണരാമൻ്റെ ആത്മകഥയാണ് ആത്മവിശ്വാസം. ജോസ് ആലുക്കാസിൻ്റെ ആത്മകഥ ഗോൾഡ്, ജോയ് ആലുക്കാസിൻ്റെത് സ്പ്രെഡിങ് ജോയ്, TS കല്യാണരാമൻ്റെത് ആത്മവിശ്വാസം. 2025 ഏപ്രിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് ദാരിപ്പള്ളി രാമയ്യ. ദാരിപ്പള്ളി രാമയ്യാണ് 2025 ഏപ്രിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനെന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനാണ് ദാരിപ്പള്ളി രാമയ്യ. വനജീവി രാമയ്യ എന്നും അറിയപ്പെടുന്നു. 2017 പത്മശ്രീ ലഭിച്ചു. ദാരിപ്പള്ളി രാമയ്യ 2025 ഏപ്രിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ്. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ വനജീവി രാമയ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. 2017 പത്മശ്രീ ലഭിച്ചു. ടൈറ്റാനിക് ദുരന്തത്തിന് 113 വയസ്സ്. ടൈറ്റാനിക് ദുരന്തം നടന്നത് 1912 ഏപ്രിൽ 15 113 വർഷമായി. 1912 ഏപ്രിൽ 15.